നമുക്കൊരു ഗെയിം സെക്ഷനിലേക്ക് കടന്നാലും ശിവയുടെ ഇഷ്ടങ്ങൾ അർപ്പിത എഴുതുക, അർപ്പിതയുടെ ഇഷ്ടങ്ങൾ ശിവ എഴുതുക. പണിഷ്മെന്റ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താന്ന് പോലും ചോദിച്ചില്ല. കൊടുത്ത രണ്ടുപേരും കൂടി കിസ്. പദം തെറ്റിപ്പോയി, അടുത്ത ഉമ്മ കൊടുത്തോളൂ. പണിഷ്മെന്റ് കിട്ടിയിട്ട് ആദ്യമായിട്ടാ കൈ അടിക്കുന്നത്. ഞാൻ ഒരു സൈക്കോ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. സൈക്കോ എന്നൊക്കെ പറഞ്ഞ എന്റെ ചാടിയൊക്കെ എണ്ണിക്കാറുണ്ട്. ഈ കൊച്ചിന്ന് എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരിക? കൊല്ലത്ത് ആലപ്പുഴയിലേക്ക് വരിക? ആഴ്ചയില് ഞങ്ങൾ 2 ദിവസം നിക്കാം എന്നാണ് പ്ലാൻ. ഇനി എന്റെ മുമ്പോട്ടുള്ള കാര്യം ആഴ്ച 2 ദിവസം അമ്മയോടെ നിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അമ്മേനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറുണ്ടോ കൊച്ചിക്ക്? അമ്മയ്ക്ക് അവിടെ പറ്റത്തില്ല, അപ്പാർട്ട്മെന്റ് അല്ലേ, അവിടെ തന്നെ ഇരിക്കണ്ടേ. പുറത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളാകുമ്പോൾ നമ്മൾ തകർന്നു നിൽക്കുന്ന സമയമാണ് അമ്മയ്ക്ക് അറ്റാക്ക്. അപ്പൊ എനിക്കൊരു ആശ്വാസം പറയാൻ വേണ്ടിട്ട് അവര് മാത്രമേ ഉള്ളായിരുന്നു. ഓരോ പ്രശ്നങ്ങൾ നടന്നപ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവരെ ഉള്ളായിരുന്നു. എല്ലാരും നിലനിൽപ്പാണല്ലോ നോക്കുന്നത്, പക്ഷെ പുള്ളിക്കാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കൊരു ഗെയിം സെക്ഷനിലേക്ക് കടന്നാലും ഗെയിമിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഒരു മനപ്പൊരുത്തം റൗണ്ട് ആയാലോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അപ്പോൾ അത് എഴുതിക്കോ. ശിവയുടെ ഇഷ്ടങ്ങൾ അർപ്പിത എഴുതുക, അർപ്പിതയുടെ ഇഷ്ടങ്ങൾ ശിവ എഴുതുക. അപ്പൊ ചോദിക്കട്ടെ, ശിവയുടെ കാര്യങ്ങളാട്ടോ, ഇതിനകത്ത് കുറച്ച് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഷൂ സൈസ്. ഇവിടെ നിന്ന് ആലോചിക്കുക അർപ്പിത ഏതാ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റില്ല. അങ്ങോട്ട് നോക്കരുത്. ഓക്കെ, ഫേവറേറ്റ് കളർ. എട്ട് മോനെ കണ്ണടിച്ചോ? ശരിയായില്ലെങ്കിലേ കാണാൻ പോണേ. ഇന്നിപ്പോ നമ്മൾ പോയി കഴിയുമ്പോണ്ടല്ലോ ഇതിനകത്ത് തെറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം. ഓക്കെ, എന്റെ കളർ എഴുതണോ? ആ എഴുതണം, അപ്പുറത്ത് അതും കൂടെ ഒന്ന് എഴുതിപ്പോക്കാം, അപ്പൊ നമുക്ക് നോക്കാൻ എളുപ്പമുണ്ടല്ലോ. ഓക്കെ, കൊറേ കളർ ഇഷ്ടമല്ലേ, ഏത്? ഓക്കെ അല്ലേ? ഫേവറേറ്റ് പ്ലേസ്? ശിവയുടെ. ആ, എനിക്ക് ഊഹിക്കാത്. അതുകൊണ്ട് കൊറേ ഉണ്ടല്ലോ, അതുകൊണ്ട് ഏതാന്ന് ആലോചിക്കുക. അതെ അതെ അതെ. ഇതിനകത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാനൊരു പണിഷ്മെന്റ് പറയും. രണ്ടെണ്ണം എഴുതണോ? 2 എഴുതണ്ട, ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ. ഒരെണ്ണേ അവർക്ക് പറയാനും പറ്റുള്ളൂ കേട്ടാ. ശിവ ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ അപ്പുറത്ത്. ഓക്കെ, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ട്രിപ്പ് പോവാനാണോ അതോ ടൈം സ്പെൻഡ് ചെയ്തിരിക്കാനോ അതാണോ ഉദ്ദേശിക്കുന്നത്? ടൈം സ്പെൻഡ് ചെയ്തിരിക്കാനോ ട്രിപ്പ് പോകാനായിട്ട് നമുക്ക് ഇപ്പൊ നോക്കണ്ട. ഏതെങ്കിലും ഫേവറേറ്റ് ആയിട്ട് പ്ലേസ് എപ്പോഴും പറയാറുള്ള ഏതെങ്കിലും ഒരു എങ്ങനത്തെ പ്ലേസും ആവാം. ഇന്നിവിടെ ഞാനൊരു അടി പ്രതീക്ഷിക്കുന്നുണ്ട്. എഴുതിയോ? അധികം സമയമൊന്നും തരില്ല കേട്ടോ, ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളൊരു ഗെയിമാണ്. ഓക്കെ, ഫേവറേറ്റ് കാർ. എഴുതിയില്ല, അത്ര ആലോചിക്കണോ ശിവ? ഫേവറേറ്റ് കാർ. ആ, ഫേവറേറ്റ് കാർ. കാർ തന്നെ വേണമെന്നുണ്ടോ? പ്ലേസ് എഴുതിയോ അർപ്പിത? ആ, ഓക്കെ ഓക്കെ. അടുത്ത ചോദിച്ചോട്ടെ. എനിക്ക് കാർ എഴുതിയില്ല. കാർ എഴുതിയിട്ടില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഇത് പരീക്ഷ അല്ല കേട്ടോ. ഓക്കെ, ഫേവറേറ്റ് മൂവി? ശിവയുടെ. ആ, സിനിമയുടെ പേര് എനിക്കറിയില്ല. അപ്പത്ത് അർപ്പിതയുടെയും കൂടെ എഴുതണം. ഫേവറേറ്റ് മൂവി. അർപ്പിതയുടെ ഫേവറേറ്റ് സിനിമയാണ്. സിനിമയുടെ പേര് വേണം. സിനിമയുടെ പേര് എനിക്ക് അതിന്റെ പേര് ഒരു ഞാൻ പറയട്ടെ, അത് ശിവ എപ്പോഴും കാണുന്ന സിനിമയാ, പക്ഷെ അതിന്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ അത് ആലോചിക്കൂലേ? ഇംഗ്ലീഷ് മൂവിയാ. അതിന്റെ പേര് എനിക്ക് കണ്ട, ഇനി ഒന്ന് മലയാളം എഴുതിയാ മതി. ഇവിടെ മലയാളം മാത്രം മതി. അതിന്റെ പേര് എനിക്കറിയില്ല, ഞാൻ ഇംഗ്ലീഷ് മൂവി എഴുതിക്കോട്ടെ. ഇപ്പൊ അങ്ങനെ പറയുമ്പോ ശിവക്ക് മനസ്സിലായി. മലയാളം പറഞ്ഞോ? സമ്മതിക്കില്ല. മലയാളത്തില് എനിക്കിഷ്ടമുള്ള മൂവി ഇവള് പറഞ്ഞാണോ? ആണ്. മലയാളത്തിലേതാ? മലയാളം അങ്ങനെ ഞാൻ കാണാറില്ല. ഏതെങ്കിലും എഴുതിയാൽ മതിയും കുഴപ്പമില്ലായിരുന്നു. ഇഷ്ടപ്പെട്ട ഞാൻ തോറ്റു പോകത്തില്ല ഗെയിമില്. തോറ്റു പോണല്ലോ.
ഇല്ല, ഞാൻ തോക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അർപ്പിത തമിഴ് കുഴപ്പമുണ്ടോ? തമിഴ് കുഴപ്പമില്ല. ആ ഓക്കെ. ഇപ്പൊ ഇവിടെ തമിഴ് എഴുതി അവിടെയും തമിഴ് തന്നെ എഴുതണം കേട്ടോ. ആ. ആ, അങ്ങനെയൊക്കെ ഉണ്ട്. ആ. ഈ ഫോണേ ഇത്തിരി നീക്കി വെച്ചേ. അല്ല, എനിക്ക് ഇഷ്ടമുള്ള സിനിമ കോപ്പി അടിക്കുവാണ്. തമിഴ് തന്നെ എഴുതണമെന്നുണ്ടോ? അല്ല, അങ്ങനെയില്ല. ഇഷ്ടപ്പെട്ടത് എഴുതിയാൽ മതി. തമിഴ്ന്ന് എടുത്ത് പറയുമ്പോഴേക്കും അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഞാൻ എഴുതി. ഓക്കെ, അടുത്ത് പറയട്ടെ. യുവർ ലവ് ലാംഗ്വേജ്. അർപ്പിതയുടെ എൻ്റെ. ഓക്കെ അല്ലേ? അടുത്തത് എഴുതിയാ? ലാംഗ്വേജ് അല്ലേ? ആ, എഴുതി. ഓക്കെ. നിങ്ങളുടെ സീക്രട്ട് കീപ്പർ. പുറത്തുള്ള ആളാരെങ്കിലും പറഞ്ഞാൽ മതി. സീക്രട്ട് കീപ്പർ. അർപ്പിതയുടെ ആരാണെന്ന് ശിവ എഴുതണം, ശിവയുടെ ആരാണെന്ന് അർപ്പിതയും എഴുതണം. പുറത്തുനിന്ന് ആൾ തന്നെ വേണം. പുറത്തുനിന്ന് ആളെ വേണം. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. രണ്ടുപേരും ഒരാൾ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫേവറേറ്റ് ഫുഡ്. അത് സിമ്പിൾ ആയിരിക്കുമല്ലോ അല്ലേ? എന്തോ കരുതി കൂട്ടി എഴുതി വെക്കുന്നുണ്ട്. ആൾക്കെല്ലാം എന്റെ അറിയാം. അതാ പ്രശ്നം. കേട്ടോ? അമ്മ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? ഇഷ്ടം ഞാൻ ഉണ്ടാക്കൊന്നും ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഞാൻ എന്റെ എഴുതിയില്ല. എഴുതിയിട്ടില്ല. ആ, അതും കൂടെ എഴുതിക്കോ. ഇനി ഏറ്റവും പേടിയുള്ളൊരു കാര്യം. അത് അർപ്പിതയുടെ ശിവ എഴുതണം, ശിവയുടെ അർപ്പിത എഴുതണം. പേടിയുള്ളൊരു കാര്യം, അതായത് ഇപ്പൊ എന്തിനെങ്കിലും പേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം. ഇപ്പൊ എന്തെങ്കിലും പാറ്റയോ പല്ലിയോ അങ്ങനത്തെ. അയ്യോ, അതിപ്പോ ആൻസർ ആയോ? അല്ല, ഞാൻ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഫേവറേറ്റ് ഡ്രസ്. എഴുതി കഴിഞ്ഞോ? ഫോൺ തരൂ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇത് മനപ്പരുത്തം റൗണ്ടായിരുന്നു, മറന്നു പോയിട്ടില്ലല്ലോ നിങ്ങള്? ആ, ഓക്കെ. സ്പെല്ലിങ്. ഓ, പരീക്ഷയാണല്ലോ. സ്പെല്ലിംഗ് ഒക്കെ തെറ്റിയ കുഴപ്പമില്ല അല്ലേ? സാധനം തെറ്റിയ കുഴപ്പമുണ്ടോ? ഇല്ല. ഒറ്റ സെക്കൻഡ്. നീക്ക് എഴുതി തീർക്ക്. എന്താ അറിയാം, ഇതിൽ നമ്മൾ എഴുതുമ്പോൾ ഇത് നമ്മൾ മംഗ്ലീഷ് അല്ലേ എഴുതുന്നത്, അങ്ങനെ വരുന്നത്. എനിക്ക് മൂന്നാമത്തെ ആ ചിരി വരുന്നത്. ഒരെണ്ണം ഏതറ്റത്ത് കിടക്കുന്നു, ഒരെണ്ണം വേറെ അറ്റത്ത് കിടക്കുന്നു. ഓക്കെ ഓക്കെ. ഇത് അവളുടെ എഴുതി കാണത്തില്ല. അല്ല, സൈസിന്റെ കാര്യത്തില് ഒരു സംശയം നമുക്ക് വരും. അത് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ആ, അതല്ല സൈസ്. ആ, ഫസ്റ്റ് സൈസ് ആയിരുന്നു. ഇവിടെ 40 ആണ്. ഇതിപ്പോ ആരുടെ ഫോണാ? എന്റെ ഫോൺ. ഇനിയാണ് എനിക്ക് കൺഫ്യൂഷൻ. അല്ല, ശിവ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ആൻസർ അർപ്പിതയുടെ. രണ്ടാമത്തെ ആൻസർ ശിവയുടെയാണ്. ഇത് അർപ്പിതയുടെ 8 എന്നാ. അപ്പൊ മറ്റേത് എന്താ? 40 എന്ന് പറയുമ്പോ രണ്ട് എന്തോ. ഓക്കെ, അങ്ങനെ. അതായത് 8 അല്ലല്ലോ 40. ഷൂ സൈസ് അല്ലേ? 40 42. അർപ്പിതയുടെ 40, എന്റെ 42 ആണ്. ഷൂവിന് അങ്ങനെ സെപ്പറേറ്റ് ആണ്. ഞാൻ എല്ലാത്തിനും ചെരുപ്പിന് വേറെ, ഷൂവിന് വേറെ. അങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് നമുക്ക് തെറ്റായിട്ട് പ്രഖ്യാപിക്കാം. ഷൂ സൈസ് വളരെ അടിപൊളിയായിട്ട് തെറ്റിപ്പോയിട്ടുണ്ട് ഗൈസ്. വേറെ ഏതോ ബന്ധമില്ലാത്ത സൈസുകളാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പണിഷ്മെന്റിന് റെഡിയാണോ ഗൈസ്? പണിഷ്മെന്റ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താന്ന് പോലും ചോദിച്ചില്ല. പണിഷ്മെന്റ് എന്താന്ന് ചോദിച്ചായിരുന്നു എന്റെ അടുത്ത്. കൊടുത്തെന്നല്ല, കൊടുത്ത രണ്ടുപേരും കൂടി കിസ്. എങ്ങനെയുണ്ട്? നല്ലല്ലേ? ഇവിടെയൊക്കെ കൊടുത്താ മതി. വിഷുവിനല്ലേ വേണ്ടത് അല്ലേ? ആ, ഇപ്പൊ കയ്യില് കൊടുത്ത പണിഷ്മെന്റ് കിട്ടിട്ട് ആദ്യമായിട്ടാ കൈ അടിക്കുന്നത് കേട്ടോ. കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യില് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി കൈ അതൊന്നും എനിക്കറിയണ്ട. ലോക്ക്. ഫേവറേറ്റ് കളർ അതും തെറ്റിപ്പോയിട്ടുണ്ട്. ശിവയുടെ ഗ്രീൻ അല്ലേ? ഇവിടെ എഴുതി വെച്ച അല്ല, അർപ്പിതയുടെയാണ് തെറ്റിപ്പോയത്. ഇവിടെ ബ്ലാക്ക് അല്ല, ശിവയുടെയാ തെറ്റിപ്പോയത്. അതായത് ബ്ലാക്ക് ആണ് അർപ്പിതയുടെ എന്നാണ് പറഞ്ഞത്. പക്ഷെ അർപ്പിതക്ക് ഇഷ്ടം ബ്ലൂ ആണ്. എനിക്കിഷ്ടം ബ്ലൂ ആണ്. ബ്ലാക്ക് അല്ലേ നീ? അത്
പിന്നെ എനിക്ക് ഏത് ബ്ലാക്ക് ഡ്രസ്സാ ഉള്ളത്? ഇതേ ലുഡോ കളിക്കുമ്പോ ബ്ലൂ കോയിൻ വേണം. അത് എനിക്ക് ബ്ലൂ ഇഷ്ടമുണ്ടല്ലോ ഞാൻ സെലക്ട് എടുക്കുമ്പോ ബ്ലാക്ക് അല്ലേ ഇല്ല 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 എനിക്ക് ബ്ലാക്ക് ഡ്രസ്. അപ്പൊ അതും തെറ്റിപ്പോയി. അടുത്ത ഉമ്മ കൊടുത്തോളൂ. ഇനി എവിടെ കയ്യിൽ ഇനി ഉമ്മയില്ല. ഇത് ഞാൻ കൈയടിച്ചതിന് അത് മനസ്സിലായോ? നേരത്തെ രക്ഷപ്പെട്ടു അതുകൊണ്ട്. ഇഷ്ടം. ഇനിയിപ്പൊ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തെറ്റിപ്പോയി. ഞാനല്ല അങ്ങോട്ട് കൊടുത്തോ, അങ്ങോട്ട് കൊടുത്തോ. നീ തെറ്റി, നീ എനിക്ക് ഇങ്ങോട്ട് വരണം, ഞാൻ അങ്ങോട്ട് വന്ന്. നെറ്റിൽ വരാം. കുനിയൽ തലയിൽ തന്നോളൂ. തലയിൽ കൊടുത്തോളൂ. ഓക്കെ, അടുത്തതാണ് ഭയങ്കര കോമഡി കേട്ടോ. അടുത്ത തെറ്റാ. അല്ല, അടുത്തത് ഒരെണ്ണം തെറ്റിപ്പോയിട്ടുണ്ട്. എന്താ? അടുത്തത് നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇത് അർപ്പിതയുടെ പറഞ്ഞത് മണാലിയാണ് പറഞ്ഞത്. അർപ്പിതയ്ക്ക് പോവാൻ ഇഷ്ടം പഴനിയാണ്. ബാക്കി അറിയായിരുന്നു, പക്ഷെ മനഃപൂർവ്വം തെറ്റിച്ചു. അത് എനിക്ക് പോവാനൊരു ആഗ്രഹം, പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പഴനിയാണ്. അപ്പൊ കൊടുത്തോളൂ. ഇനി അടുത്ത ഊഴം ആരാ കൊടുക്കണ്ടേ? ദൈവം സഹായിച്ച് 3 തെറ്റിപ്പോയിട്ടുണ്ട്. കയ്യിൽ തന്നെ കൊടുക്കാം, അതായിരിക്കും നല്ലത്. കയ്യില് കൊടുത്തല്ലേ, ഇനി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കവളത്ത് കൊടുത്തല്ലേ, ഇനി കവളത്ത് കൊടുക്കാൻ പറ്റില്ല. കവളത്ത് കൊടുത്തിട്ടില്ലല്ലോ. അടുത്തത് ഗൈസ് വളരെ അടിപൊളിയായിട്ട് ജയിച്ചിരിക്കുകയാണ്. താറാണ് ഇഷ്ടപ്പെട്ടത്. അടുത്ത ഡ്രീം അതാണ് താറ്. ഓക്കെ, അടുത്തത് അടുത്തത് സിനിമയായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. അത് വേറെ വേറെ സിനിമകളാ, 2-3 എണ്ണമൊക്കെ വേറെ സിനിമകള്. അതും 3 എണ്ണമൊക്കെ എഴുതി വെച്ചത്. ഓക്കെ, അല്ല, ഒരു പേരാണ് അത്. എന്താ പറയാ, 2 എണ്ണം തെറ്റിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോ അതിനകത്ത് ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല. ഇവളുടെ സിനിമ ഏതാന്ന് പറയണം, തെറ്റിയത്. ഞാൻ പറഞ്ഞുതരാം. ഇത് ലോക്കൊന്ന് തുറന്നു തരുമോ? ഇവളുടെ ഫേസാ. ഫേസ് എന്റെ ഫോണാണല്ലോ, അവളുടെ ഫേസ് വേണം. ഓക്കെ, പവിത്രം 24 മണിക്കൂർ കാണുന്നതാണ്. അയ്യോ, അത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പവിത്രമല്ല, വാത്സല്യ കാണുന്നേ. വാത്സല്യം ഞാൻ വേറൊന്നുണ്ട്. ടെർമിനേറ്റർ ആണ് ഇഷ്ടപ്പെട്ട. അതാണ് എനിക്ക് എന്റെ പേര് കിട്ടിയില്ല, അതുകൊണ്ട് ടെർമിനേറ്റർ ഞാൻ പറഞ്ഞത്. ഓക്കെ, 5-ാം പാതിരയൊക്കെ ഉണ്ട്, വാരണായിരൊക്കെ ഉണ്ട്. 4 പടമാണ്. ഓക്കെ, അടുത്തത് കിസ് മാറ്റിട്ട് ഹഗ് കൊടുത്തോളൂ നിങ്ങള്. വേണമെങ്കിൽ ഞാൻ അങ്ങനെ തരാം. ഓക്കെ, തെറ്റിച്ചല്ലേ ഇന്ന് കാണണോന്നൊക്കെ. ഓക്കെ, അയ്യോ, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഫേവറേറ്റ് ലവ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഹഗ്ഗാണോ കിസ്സാണോ അങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. കാര്യത്തിന് മലയാളം എഴുതിരിച്ചു. ഞങ്ങൾ എപ്പോഴും സംസാരിക്കാനുള്ള ലാംഗ്വേജ് എഴുതി. ഓക്കെ, അത് നമുക്കങ്ങ് കളയാം കേട്ടോ. ശരിയായി രണ്ടുപേരും അല്ലേ? അത് ശരിയായിട്ടാണ്. സീക്രട്ട് കീപ്പർ ആയിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ അടുത്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് അമ്മയുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്തത് ഫേവറേറ്റ് ഫുഡാണ് ഞാൻ പറഞ്ഞത്. കപ്പയും ബീഫും ശരിയാ, എനിക്കിഷ്ടമാ. പിന്നെ സൂപ്പുണ്ട്. സൂപ്പ്. രസത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം രസം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുഡ് സൂപ്പർ, പക്ഷെ എനിക്കത് ഫേവറേറ്റ്. വണ്ണം കുറയാനാണെന്ന് വെച്ച് കഴിക്കും, പക്ഷെ അത് ഫേവറേറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എന്നോട് എപ്പോഴും ഉണ്ടാക്കി തരാൻ. ഇടി വേണോ? ഇടി വേണ്ട. ഒന്നല്ലെങ്കിൽ കിസ് അല്ലെങ്കിൽ ഹഗ്. ഏതാന്ന് ഞങ്ങൾക്ക് കാണുമ്പോ ഞങ്ങൾക്ക് ബോറടിക്കുന്നില്ല. ഓക്കെ, ആഗ്രഹപ്രകാരം 1 എണ്ണം ഞാൻ അങ്ങനെ തരാം. കുനിയണ്ട. അടുത്തത് വലിയ ഇൻട്രസ്റ്റ് ആയിട്ടോ. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഇല്ല. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞേക്കുന്നത്, ഞാൻ ചോദിച്ചത് പേടിയുള്ളൊരു സംഗതിയായിരുന്നു ചോദിച്ചിരുന്നത്. പ്രേതം എഴുതിയിട്ടുണ്ട്, അത് ശരിയാണ്. പിന്നെ വെള്ളം, പക്ഷെ മനുഷ്യനെന്നാണ് അതെപ്പോഴും പറയാറുണ്ടെങ്കിൽ തെറ്റിപ്പോയി. അർപ്പിത തിരിച്ചു കൊടുക്കാമോ?
അല്ല അല്ല അർപ്പിതയാണ് തെറ്റിച്ചത്. ആ ഇത് ഇങ്ങനെ ഇടികൊണ്ട് മരിക്കൂല. ഇടി വേണ്ടെന്ന് വേറെ ഞാൻ കിസ് തരും എനിക്കൊന്ന് പ്ലീസ്. കിസ്സില്ല മോളെ. എന്റെ ജീവിതത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇടി. നമുക്ക് അന്ന് ഒന്ന് ഹഗ് കൊടുത്ത് വേണമെങ്കിൽ ഒന്ന് ആശ്വസിപ്പിച്ചോളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല. വേണ്ടെന്നൊക്കെ സമാധാനിപ്പിച്ചു. കണ്ടോ അതിന്റെ പേരിൽ എന്നെ അടിച്ചു. ഓക്കെ, അടുത്തത് ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു ചോദിച്ചിരുന്നത്. സാരിയാണ്, അതൊരെണ്ണം തെറ്റിപ്പോയി. അല്ല ചുരിദാറായിരുന്നു, സാരിന്ന് എഴുതി വെച്ചത്. പിന്നെ എന്നാ സാരി ഉടുക്കുന്നേ? ഞാൻ സാരി എന്ന് ഉടുക്കുന്നേ പറയുന്നേ? എനിക്ക് ഇഷ്ടമല്ല സാരി, ഉടുക്കാൻ പോലും എനിക്ക് അറിയത്തില്ല സാരി. എങ്ങനെ ഇരിക്കാണ് ഇപ്പൊ? സമാധാനായില്ലേ? നിങ്ങൾ എന്റെ കൂടെ തന്നെയാണോ ജീവിക്കുന്നത്? സത്യം പറയാം. ഇപ്പൊ കൊടുക്കാനുള്ള അവസരം അവിടെ അത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് പോയാലോ അടുത്ത റൂമിലേക്ക്? ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം. ഞങ്ങൾ അവസരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, പാഴാക്കാറില്ല. ഓക്കെ, അപ്പൊ മനപ്പൊരുത്ത് എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എണ്ണിയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പറയുന്നതാണ്. എണ്ണണ്ട. ആ 2 ആകെപ്പാട് ശരിയായിട്ട് വന്നുള്ളൂ. 5 കുറവ്. മനപ്പുറത്ത് നോക്കിയിട്ട് കാര്യമില്ല. എന്തോരം വിവാഹങ്ങൾ ഫെയിൽ ആവുന്നു മനപ്പുറത്ത് നോക്കിയിട്ട്. ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ സാഹചര്യങ്ങളെ എങ്ങനെ നമ്മൾ തെറ്റിച്ചതില് കുഴപ്പമൊന്നും തോന്നണില്ലല്ലോ അല്ലേ? ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളെ കുറച്ച് സംസാരങ്ങളില്ലേ, ഞങ്ങൾ അതിനു മുമ്പ് പോകും കേട്ടോ. ഞാൻ എന്നാ സാരി എടുത്തത് എനിക്ക് അറിയണം. അതെ, അത് ചോദിക്കാണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? വെള്ളം പേടിയെന്നാ പറഞ്ഞു. അതെ, വെള്ളം പേടിയായിരുന്നു. മനുഷ്യനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. പിന്നെ സിനിമയുടെ ഉണ്ട്, ഇതൊക്കെ എണ്ണി പറഞ്ഞു വേണമെങ്കിൽ. വാത്സല്യം. വാത്സല്യം. മറ്റേ ഇയാളുടെ ആണെന്നറിയാം, സിദ്ദിഖിന്റെ. ഓക്കെ, ഇനി അധികം തല്ലുപിടുത്തത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ എല്ലാം കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ? അതെ, കൊറേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ? ഇവിടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞു വാവ അല്ലേ? മോളാണ് അവരുടെ. പേര് മില. ഓക്കെ, ആരാ പേരിട്ടത്? നമ്മള് ഹണിമമ്മി. ഹണിമമ്മിയാണ്. ഹണിമമ്മിനെ പറയുമ്പോ ഭയങ്കര വികാരഭരിതയാവുന്നുണ്ടല്ലോ, എന്താ കാര്യം? വികാരഭരിതൻ. ഇഷ്ടമല്ലെന്നല്ല, എന്നെക്കാളും കൂടെ അറ്റാച്ച്മെന്റ്. അമ്മേനെ പോലെ തന്നെ. എന്റെ അമ്മയാണ്, എന്റെ അമ്മയുടെ സ്ഥാനമാണ്. എന്റെ എല്ലാത്തിലും കൂടെ ഉണ്ട്. കൂടുതൽ സങ്കടങ്ങളിൽ എന്റെ കൂടെ ഒരുപാട് നിന്നിട്ടുള്ള ആളാണ്. ആരും ഇല്ലാതെ ഒരുപാട് നിന്ന സമയങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ലക്കീനെ തന്ന ഹണിമമ്മിയാണ്, മിലക്ക് പേരിട്ട ഹണിമമ്മിയാണ്. പിന്നെ ഇതിനെ തന്നത് ഇവളുടെ മമ്മിയാണ്, തന്നാണ്. രാഘമമ്മി ഒന്നാണ്. എന്നാലും ഹണിമമ്മി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എവിടെ എല്ലാം ഹണിമമ്മി വന്നിട്ടുണ്ടായിരുന്നോ? എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ ഹണിമമ്മി ഉണ്ട്. അതായത് ഓവറായിട്ട് ആളില്ലെങ്കിലും എപ്പോഴും ആളുടെ ഒരു പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാനുണ്ടെന്ന് ഇങ്ങനെ വിളിച്ചു വാരി പറയുന്നവരുടെ കൂട്ടത്തിൽ പോലെ ഞാൻ കൂടെ ഉണ്ടാവും. അങ്ങനെ കുറെ പേര് അങ്ങനെയല്ലേ, നമ്മൾ കൂടെ എന്നിട്ട് പുറകെ പോയി പണി നോക്കി. ഇതങ്ങനെയല്ല, എല്ലാത്തിനും നമ്മളിവിടെ സപ്പോർട്ടായിട്ടുണ്ട്. ഹണിമമ്മിയാണ് ആദ്യം മുതലേ നിങ്ങളുടെ കൂടെ എല്ലാ എനിക്കൊന്നും ഒരു 6 കൊല്ലം ആയെന്ന് തോന്നുന്നു ആള് കൂടെ നിൽക്കാനായിട്ട്, എന്റെ കൂടെ നിൽക്കാനായിട്ട്. അതായത് എന്റെ റിലേഷൻ ബ്രേക്ക് ആയ സമയം തൊട്ട് ആൾ എന്റെ കൂടെ ഉണ്ട്. അന്നേരത്തെ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ശിവയ്ക്ക് ഒരു സപ്പോർട്ട് വേണ്ടിയിരുന്ന ഒരു സമയം അല്ലെ? ബ്രേക്കപ്പിന്റെ മാത്രല്ല, ഒരു സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തോരം ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഒന്നാമത് എക്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളാകുമ്പോൾ നമ്മൾ തകർന്നു നിൽക്കുന്ന സമയമാണ്. അമ്മയ്ക്ക് അറ്റാക്ക്. അപ്പൊ എനിക്കൊരു ആശ്വാസം പറയാൻ വേണ്ടിട്ട് അവര് മാത്രമേ ഉള്ളായിരുന്നു. ഫോണിലൂടെ ആയിരുന്നു, എന്നാലും അവർ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് വേണ്ടി. ഓരോ പ്രശ്നങ്ങൾ നടന്നപ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവരെ ഉള്ളായിരുന്നു. കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഇല്ലാതെ, അതായത് നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ കൂടെ നിൽക്കാത്ത പോലെയൊക്കെ തോന്നി. കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർക്കും ഞാൻ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവുന്നുള്ള പേടി കാരണമായിരിക്കും അവര് എന്നോടൊരു തള്ളിപ്പറച്ചിൽ ഉണ്ടായി വന്നിട്ടുണ്ടാവും. അത് ഞാൻ കാര്യമാക്കുന്നില്ല, എല്ലാവരും നിലനിൽപ്പാണല്ലോ നോക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മിലേനയായിട്ട് നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം അല്ലെ? അപ്പൊ ഇതാണ് അമ്മയുടെ ബെഡ്റൂം അല്ലേ? അമ്മ എപ്പോഴും ഇവിടെ തന്നെയാണോ അതോ? ഇല്ല, അമ്മ രാത്രി മാത്രമേ അങ്ങോട്ട് പോകും. പിന്നെ അമ്മയ്ക്ക് മെഡിസിൻ ഒക്കെ ഉണ്ട്, മെഡിസിൻ കഴിക്കാൻ പോകും. അമ്മ കൂടുതലും ഇവിടെയൊക്കെ പുറത്തൊക്കെ തന്നെയാ. അമ്മയ്ക്ക് ഇങ്ങനെ തൂത്തും തുടച്ചും പിടിച്ചൊക്കെ നിൽക്കണം. പിന്നെ TV സീരിയൽ കാണണം. സീരിയൽ അമ്മയ്ക്ക് ഭയങ്കര മസ്റ്റാണ്, മസ്റ്റായിട്ട്. അപ്പൊ അവിടെ ആയിരിക്കും. ഹോളില്, കിച്ചണില്, ഇവിടൊക്കെ തന്നെ ആയിരിക്കും. വല്ലപ്പോഴും വന്നാലും രാത്രി ഉറങ്ങാൻ നേരവും. ഇവിടെ നമ്മളിപ്പോ എടുക്കുന്നില്ല. അമ്മയ്ക്ക് ഈ തൂക്കലും തുടക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ
നമ്മളിവിടെ ഇല്ല. അമ്മ എപ്പോഴും കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും അല്ലേ? എന്തെങ്കിലും പറ്റി വല്ല വീഴോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു വേണ്ട. പിന്നെ ആ സൈക്കോ മൂവി ഉണ്ട്, ഞാൻ ഒരു സൈക്കോ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അതില് ഒരു ക്യാരക്ടർ എനിക്ക് പേടിയായിരുന്നു. ഇങ്ങനെ വീട്ടിൽ വന്നിരുന്നിട്ട് അയാള് ആളില്ലാത്ത വീട്ടില് മുകളിലത്തെ ഇവിടെ കയറി താമസിക്കും. എന്നിട്ട് നമ്മൾ കണ്ടു എന്ന് അറിയുമ്പോ അയാള് അവരെ കൊന്നു കളയും. അങ്ങനെ ഒരു സൈക്കോ മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. ആ സൈക്കോ മൂവി കണ്ടതിന് ശേഷം ഞാൻ എന്നോട് പറഞ്ഞു ഒട്ടും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ഈ രാത്രിയിൽ അങ്ങനെ എന്താണ് എന്തെങ്കിലും സൈക്കോ മൂവിയുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിച്ചുമ്പയായിട്ട് പറയാറുണ്ട്. ചാടിയൊക്കെ എണ്ണിക്കാറുണ്ട്. ഞെട്ടി കൊണ്ടുവരും. ആദ്യമൊക്കെ ഞാനും അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ എനിക്ക്, പിന്നെ ഞാൻ തിരിഞ്ഞു കിടന്നങ്ങ് ഉറങ്ങും. ഇതൊക്കെ ശീലാണല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് പേടി അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് രാത്രി അമ്മേനെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പൊ തന്നെ വിളിക്കും. പിന്നെ എന്നോട് പറയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കൊല്ലം വരെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ച് സംസാരിക്കും. ഇവിടെ വാഷ് ബേസിനായിട്ട് വാഷിംഗ് മെഷീൻ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോള് തന്നൊരു ഗിഫ്റ്റ് ആണ്. ആണല്ലേ? ഓക്കെ. മോളുടെ പേര് നിള എന്നാണ്. നീള. ഓക്കെ. മില, നീള. അപ്പൊ നീളയും രഞ്ജിത്തും അവര് തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ഹോളാണ്. ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ടേബിൾ ഹണിമമ്മി തന്ന ഡൈനിങ് ടേബിൾ ആണ്. ഹണിമമ്മിയുടെ ഗിഫ്റ്റ് ആണ്. ഇത് ഹണിമമ്മി തന്ന ഡൈനിങ് ടേബിൾ ആണ് അല്ലേ? എന്തായിരുന്നു ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഹണിമമ്മി? ഹണിമമ്മി എന്ത് വേണോന്നാ ചോദിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങി തരണമെന്ന് പുള്ളിക്കാരിക്ക് തന്നെ നിർബന്ധമായിരുന്നു. അങ്ങനെ എന്റെ ഇഷ്ടത്തിന് ഒരു ഡൈനിങ് ടേബിൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി കണ്ട് ഇഷ്ടപ്പെട്ടു, എടുത്തു. പുള്ളിക്കാരി പൈസ ഇട്ടൊന്ന് വാങ്ങി. പിന്നെ നമുക്കൊരു വലിയ ഉപകാരം ഉണ്ടായി. കേക്ക് കട്ട് ചെയ്തപ്പം ഹണിമമ്മിയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ആൾക്ക് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോവാന്ന് പറഞ്ഞു. ആളുണ്ടായിരുന്നില്ല. വരേണ്ടതായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് കാണാൻ പറ്റിയേനെ. പക്ഷെ ആളുണ്ടായിരുന്നില്ല. ആളുടെ ഒരു പ്രസൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഇവിടെ വെച്ച് ചെയ്തതാണ്. ഇത് ഈ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൺ ആണുള്ളത്. കിച്ചണില് എന്താ പറയാ അമ്മ മാത്രം നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അർപ്പിത അധികം കേറാറില്ലാത്തതുകൊണ്ട് കേറാറില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് കേറ്റാത്തെന്നുള്ളത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആള് ഇവിടെ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനി വേണ്ട. അമ്മ ഇങ്ങനെ പറയുള്ളൂ, വേണ്ട എന്റെ മോള് കഷ്ടപ്പെടണ്ട. പക്ഷെ അമ്മയുടെ മനസ്സിൽ ഇത് കൊളവാക്കിയിടുന്നുള്ള പേടിയുണ്ട്. എന്നാലും കുക്ക് ചെയ്യുമല്ലോ, രസമൊക്കെ അല്ല. ഞാൻ കൊച്ചിയിൽ പോകുമ്പോ ഞാൻ കുക്ക് ചെയ്യും. നോൺ വെജ് ഒക്കെ ഞാൻ ചെയ്യും. എനിക്ക് കൂടുതലും വെജാണ്. നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും നോൺ വെജ് അധികം ഉണ്ടാവില്ല. അപ്പം വെജാണ്. വെജ് എന്ത് ഞാൻ ചെയ്യും, നോൺ വെജ് എല്ലാം കൂടുതലും. ഈ കൊച്ചിന്ന് എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരിക? ആലപ്പുഴയിലേക്ക് വരിക? ആഴ്ചയില് ഞങ്ങൾ 2 ദിവസം നിക്കാം എന്നാണ് പ്ലാൻ. ഇനി എന്താ മുമ്പോട്ടുള്ള കാര്യം. ആഴ്ച 2 ദിവസം അമ്മയോടെ നിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അമ്മേനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറുണ്ടോ? കൊച്ചിക്ക് കൊണ്ടുപോകാറുണ്ട്. കഴിഞ്ഞ വിഷു എല്ലാം അമ്മ അവിടെ തന്നെയായിരുന്നു. ക്രിസ്മസ് ഓണം ഒക്കെ അവിടെയായിരുന്നു. അയൽപക്കം അതൊന്നും ഇല്ലല്ലോ. അയൽക്കൂട്ടമുണ്ട്, കുടുംബം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അമ്മയ്ക്ക് പറിച്ചു നടല് പറ്റത്തില്ല. ഈ ഒരു സീലിംഗ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വന്ന് കയറിയപ്പോ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇതാരുടെ ഐഡിയ? കോൺട്രാക്ടേഴ്സിന് ഐഡിയ നമുക്ക് അയച്ചു തന്നു. ബോറാവോ എന്ന് അവര് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ. അപ്പൊ നമ്മളോട് നിങ്ങൾ ചെയ്തോ, ഇത് നമുക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു. പക്ഷെ നമുക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, കോൺട്രാക്ടറിനും ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എന്താവും എന്ന്. പക്ഷെ വന്ന് കണ്ടപ്പോ എല്ലാവർക്കും ഇഷ്ടമായി, നമുക്ക് ഇഷ്ടമായി. കിച്ചന്റെ കാര്യത്തിൽ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ വേണം അങ്ങനെയൊക്കെ അർപ്പിത പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്കറിയാം അമ്മ എന്തായാലും ഞാൻ കിച്ചണിൽ കയറാൻ പോകുന്നില്ലെന്ന്. പിന്നെ അമ്മയുടെ ഇത് വെച്ചിട്ടാ നോക്കി. അപ്പൊ അമ്മയുടെ ഹൈറ്റ് അമ്മയ്ക്ക് ഇച്ചിരി കുറവാണ്. അപ്പൊ അമ്മയുടെ ഹൈറ്റ് വെച്ചിട്ട് കിച്ചൺ സ്ലാബും കാര്യങ്ങളും എല്ലാം ചെയ്തത്. സോറി, കിച്ചണിലധികം കയറാത്തോണ്ടായിരിക്കും. അതെ, കിച്ചണിലധികം കയറാത്തോണ്ട് കിച്ചണിൽ മൈല് വരുന്നില്ല, ചിക്കൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ കിച്ചൺ സ്ലാബ് ഒക്കെ അമ്മയുടെ ഹൈറ്റ് വെച്ചിട്ട്. ഈ കർട്ടൻസ് ഒക്കെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു? അത് ഇങ്ങനത്തെ കളറൊക്കെ വേണം എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു? നമ്മള് പൂക്കളൊക്കെ ഉള്ളതൊക്കെ എടുക്കാനായിരുന്നു. പിന്നെ ഇവര് സീലിങ്ങിനോട് ചേർത്താണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം അത് വെക്കാൻ പറ്റില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളത് വേണം. ഞാൻ ഈ പൂക്കളും വർണ്ണങ്ങളും ഒക്കെ ഉദ്ദേശിച്ചത്. അപ്പൊ അവരൊന്നത് പറ്റത്തില്ല, സ്റ്റാൻഡേർഡ് ഉള്ളത് വേണം. അങ്ങനെ ഇത് സെലക്ട് ചെയ്ത് വെച്ചതാണ്. ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയാസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ അമ്മയ്ക്ക് കുറെ ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. അമ്മ പഴയ വീട്ടിലെ. അപ്പൊ അമ്മയ്ക്ക് അത്
കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. നമ്മളത് ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. ഇനി ഇങ്ങോട്ടെല്ലാം മാറ്റി ഇനി എല്ലാം മാറ്റി മാറ്റി അമ്മയുടെ ഒരു സെന്റിമെന്റ്സ് ആണ്. അതെന്താ അതിന്റെ ഗുരുവായൂരപ്പൻ മാത്രല്ല ഈ ആനയുടെ ഒരു കഥയുണ്ട്. ആ കാരണം ഓൾറെഡി ആൾക്കാർ ഒരു IPS ആണ്, മന്ത്രിയാണ്. പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആനയുടെ ഓണർ ആവണം. ആണോന്ന്. ആനയുടെ ഓണർ ആവണം എന്നാണ് ആഗ്രഹം. അപ്പൊ മോന്റെ ആഗ്രഹം കൊണ്ട് അമ്മ വാങ്ങി വെച്ചതായിരിക്കും. വെച്ചതായിരിക്കാം. ഓക്കെ. അമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അമ്മക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. അങ്ങനെ ഇതേപോലെ കുറച്ച് പൊടി തട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഇനി ഇവിടെ വെക്കണം എന്ന് അമ്മ പറഞ്ഞു. എല്ലാത്തിനും സമയം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓട്ടാണ് ജോലി സംബന്ധമായിട്ട് കൊച്ചിയിലും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്. ഈ വിഷു ആയതുകൊണ്ട് നമുക്ക് 1-2 ദിവസം ഫ്രീ ആവാൻ പറ്റി. ഓക്കെ. ഇപ്പൊ ഇനി എന്താ വിഷു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോവാനാണോ പ്ലാൻ? അത് ഇവിടെ കുറച്ച് ഇപ്പൊ ഞങ്ങൾ 15-ാം തീയതി വിഷു കഴിഞ്ഞോണ്ട് പോകും അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി കിച്ചണിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ പരിചയമുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടത്തെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടോ? ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളറൊക്കെ കളറ് നമുക്ക് അവര് അയച്ചു തന്നു, നമ്മൾ സെലക്ട് ചെയ്തു. ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്ത കളറാണ്. പിന്നെ സ്ലാബ് അമ്മയുടെ ഹൈറ്റിനനുസരിച്ചുള്ള സ്ലാബ്. അമ്മ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? അമ്മയ്ക്ക് അതാണ് മെയിൻ ആയിട്ടുള്ള എപ്പോഴും നീറ്റ് ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും എന്നെ കിച്ചണിൽ കേട്ടത്. ആദ്യമേ ജാമ്യം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും സാധനം എടുക്കുവാണെങ്കിൽ 10 സാധനം താഴെ വീഴും. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാവരും കുറ്റമൊന്നും പറയുന്നില്ല. എങ്ങനെയാ ശിവ അടുക്കളയിൽ കയറാറുണ്ടോ? കുക്ക് ചെയ്യാറുണ്ടോ? പിന്നെ ഇന്ന് രാവിലെ ഞാൻ തന്നെയാണല്ലോ ചെയ്തത്. ചിക്കൻ കറി ഞാൻ അതാണ് കിച്ചൺ എന്നുള്ളത് ചിക്കൻ ആയിപ്പോയി ചിക്കൻ കറി വെച്ചാണ്. പിന്നെ ഫിഷ് കറി വെക്കാറുണ്ട്. നോൺ വെജ് ഒക്കെ നന്നായിട്ട് വെക്കും. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം? എന്താ? ബീഫ് കറി. ബീഫ് കറി അടിപൊളിയായിട്ട് നന്നായിട്ട് വെക്കും. അത് പറയുമ്പോ എന്ത് സ്നേഹാന്നറിയോ? ഇങ്ങനെ റോസ്റ്റ് ചെയ്യും ബീഫ്. ഇങ്ങനെ കപ്പയും ബീഫും ഭയങ്കര ഇഷ്ടം. ആലപ്പുഴക്കാർ അങ്ങനെയാണല്ലോ, കപ്പ, കക്കറച്ചി, കപ്പ, ബീഫ്. കപ്പയും ഫ്രൈ ചെയ്യും. ഞാൻ ഈ ഇടയ്ക്കാണ് കപ്പയും കക്കയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഞാനും ആളുടെ കൂടെ കൂടിയതിനു ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കപ്പയും കക്കയും. അതൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുകയും വേണം കേട്ടോ. ഉണ്ടാക്കി തരാം. കാരണം കക്കറച്ചി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് കിള്ളു അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യോ ശിവ? ചെയ്യും. അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നമുക്കിനി ഞങ്ങള് പോവാനുള്ള നേരായി. നിങ്ങൾ പോവാണല്ലേ? വിഷമാണ്, ഇല്ലാണ്ട് സന്തോഷമൊന്നുമില്ല. അയ്യോ. ഓക്കെ. അപ്പം എന്താ പറയാ, ഇനി വരുമ്പോ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഇനി കാണണം നമുക്ക്. ഓക്കെ. അമ്മയോടും കൂടി പറയണം. അപ്പൊ ഓക്കെ. താങ്ക് യു സോ മച്ച്.